അതായത് ഈ മാവെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൈലാസം മാവെന്നാണ് അതിൻ്റെ പേര്. അതായത് ഞാൻ സ്വന്തമായിട്ട് ബഡ് ചെയ്തെടുത്താണ്. അപ്പോൾ അതിന് ഞാൻ തന്നെ ഇട്ട പേരാണ്. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇട്ടതെന്ന് വെച്ചാൽ ഓരോരുത്തർ അവരോരോ പേരിട്ട് ഓരോരുത്തർ ഇപ്പോൾ ഓരോ മാവിനൊക്കെ ഓരോ അവരുടെ സ്വന്തം പേരിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചാമ്പ, ഉമർ ചാമ്പ, മനസ്സിലായി, അങ്ങനെയുള്ള ഓരോ ലാലിച്ചാമ്പ, അങ്ങനെയൊക്കെ ചാമ്പ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ പേരിലൊന്നും അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ബഡ് ചെയ്ത ഒരു മാവാണ് ഈ കൈലാസം മാവ്. ഈ ഒരു മാവിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ ഏകദേശം എട്ടോളം വെറൈറ്റികളുണ്ട്, മനസ്സിലായി. അതായത് 8ഓളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് സിന്ദൂരമാണ് ഈ പിടിച്ച് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് സിന്ദൂരമുണ്ട്. പിന്നെ ഇല്ല കപ്പമാങ്ങയുണ്ട്. അത് നമ്മുടെ അല്ല കപ്പ വലിയ മാങ്ങ പിടിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ തത്തച്ചുണ്ടനുണ്ട്, മനസ്സിലായോ. പിന്നെ പുളിച്ചിമാവുണ്ട്. പിന്നെ ബനാന മാങ്ങയുണ്ട്. അങ്ങനെ ഇത് എട്ടനം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ മാവിൽ അപ്പുറത്ത് ഉമ്മിച്ചടങ്ങ് വയ്ക്കുന്നതിലെ പുളിച്ചു മാവില് ഒരു ആപ്പിൾ പോലത്തെ ഒരു സൈസ് മാങ്ങ ഇതിനകത്ത് പിടിക്കുന്നത്. ഇത് ഇതാണ്ട് ഇവിടെ ഇതാ പിടിപ്പിച്ചേക്കുന്ന. ഇത് ഈ യഥാർത്ഥ മാവ് ഇതാണ്. ഇത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇതാണ് ഇതിനകത്ത് ഞാൻ ബഡ് ചെയ്ത് കയറ്റിയത്. എന്നിട്ട് ഈ ശിഖരത്തിൽ നിന്നാ പിന്നെ ബാക്കിയെല്ലാ ശിഖരത്തിലേക്കും കയറ്റാൻ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതാണ്ട്